എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ലെവലുകളാണ്. ഇതൊരു എൻട്രി എക്സിറ്റ് സജഷൻ അല്ല. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും മാർക്കറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ലിങ്കുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രൂപ വളരെയധികം മൂല്യത്തകർച്ചയിലായിരുന്നു. ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ മാത്രം രൂപയുടെ മൂല്യം ഏകദേശം 3.2% താഴ്ന്നിരുന്നു. ഇതിന് പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അമേരിക്കൻ ഡോളർ ശക്തിപ്പെട്ടതാണ് പ്രധാനമായും ഒരു കാരണം. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടയിൽ വർദ്ധിച്ചു. അതുപോലെ വ്യാപാര കമ്മി കൂടി, അതായത് വ്യാപാര കുറവ് കൂടിയതുമാണ് ഈ രൂപയ്ക്ക് മൂല്യത്തകർച്ച ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രധാന കാരണങ്ങൾ. ഓക്കെ, 2025 ഡോളറിൻ്റെ പലിശ നിരക്ക് അധികം വെട്ടിക്കുറയ്ക്കില്ല എന്ന് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവിൻ്റെ പ്രഖ്യാപനവും വന്നു. അത് ഡോളർ ശക്തി പ്രാപിക്കാൻ കാരണമായി. അങ്ങനെ ഡോളർ ശക്തി പ്രാപിച്ചതോടെ നമ്മുടെ FIs കൂടുതലും ഡോളറിലേക്ക്, അപ്പോൾ FIs നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെൽ ചെയ്ത് കൂട്ടത്തോടെ പോകുന്നതും നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിന്, അതായത് 30 ദിവസത്തിൽ മാത്രം 1000 കോടി ഡോളറാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും FIs സെൽ ചെയ്ത് കൊണ്ടുപോയത്. എന്നാൽ ഇന്ന് ഒരു ഡോളറിന് 86 രൂപ 79 പൈസയിൽ നിന്നും 86 രൂപ 52 പൈസയിലേക്ക് രൂപയുടെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. അസംസ്കൃത എണ്ണ വില കുറഞ്ഞു. അതുപോലെ റിസർവ് ബാങ്ക് വിദേശ നാണ്യ മാർക്കറ്റിൽ ഡോളർ ഇറക്കുകയും ചെയ്തു. ഇത് 2 കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ രൂപയുടെ മൂല്യം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം വർദ്ധിച്ചതോടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പെട്ടെന്നൊരു റാലി, നമ്മൾ ഇന്നലെ വീഡിയോയിൽ ക്യാപ്ഷൻ അതായിരുന്നു, പക്ഷേ വീഡിയോയിൽ പറഞ്ഞില്ല, ഒരു റാലി പ്രതീക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഇന്നലെ നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷൻ. എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റാലി കിട്ടി. അവസാനം സ്ലൈറ്റ്ലി ചെറിയൊരു നെഗറ്റീവിലാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിലും നല്ലൊരു റിക്കവറി മോഡ്. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം വലിയൊരു തകർച്ചയിലേക്കാണ് പോയത്, അല്ലേ? 250 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി മാത്രം പോയി. മറ്റൊരു പ്രധാന കാര്യം കൂടെ സംഭവിച്ചു. രൂപയുടെ മൂല്യം ഈ വർദ്ധിച്ചതുകൊണ്ട് സ്വർണ്ണവില പെട്ടെന്ന് ഇന്നലെ 2948 എന്നുള്ള ആൾ ടൈം ആയി. 2948 ഡോളർ ഒരു ഔൺസിന് വന്ന ഗോൾഡ് ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2880 അത്രയും 60ഓളം ഡോളറാണ് കുറഞ്ഞത്. ഇന്ന് പ്രധാനമായും M&M, ഏഷ്യർ മോട്ടോഴ്സ്, ബെല്ല്, പവർ ഗ്രിഡ്, ഇൻഡസിൻഡ് ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് നന്നായി ഇടിഞ്ഞത്. ഏകദേശം 2-2.5% ഈ 5 സ്റ്റോക്കുകളും ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിൽ, അതായത് നമ്മുടെ ലെവലുകളിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇന്നും നമുക്ക് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ടാകും. നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കഴിയുമ്പോൾ 22,977 ഒരു സപ്പോർട്ട് പറഞ്ഞത്. സപ്പോർട്ടിൽ നിന്നും നിഫ്റ്റി 160 പോയിൻറ്റിൻ്റെ ഡൗൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് ഗ്രീനാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 49,180 നമ്മളൊരു സപ്പോർട്ട് ലൈൻ പറഞ്ഞത്. നോക്കൂ, 420 പോയിൻറ്റിൻ്റെ അടുത്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഗ്രീനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നുള്ള ലെവലിലാണ് ഞാൻ പറയുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോഴും നമ്മുടെ സപ്പോർട്ടുകളെല്ലാം തന്നെ
സപ്പോർട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പോലെ 590 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഡെക്സുകളും നമ്മുടെ സപ്പോർട്ടുകൾ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് 12-ാം തീയതി നമ്മൾ ഗ്രീനാണ് മാർക്ക് ചെയ്യേണ്ടത്. തുടർച്ചയായ 5 ദിവസവും നമുക്ക് ഗ്രീനിലാണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസുകളെല്ലാം തന്നെ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തെ മാർക്കറ്റിൽ ഏതെല്ലാം ലെവലുകളാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇത് സെൻസെക്സ് ആണ്. നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണിത്. 75,380 ആയിരിക്കും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് സപ്പോർട്ട്. അല്ല, കുറച്ചുകൂടെ അതിന് താഴെ 75,260 ആയിരിക്കും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് സെൻസെക്സിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ റെസിസ്റ്റൻസായിട്ട് നമുക്ക് ഈ ഒരു സ്വിങ്ങിൽ പ്രതീക്ഷിക്കാം 76,520. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസായിട്ട് നോക്കുകയാണെങ്കിൽ 77,120 സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 48,730 48,730 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 49,700. ഓക്കെ, ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം. 1 അവറിലേക്ക് വരുമ്പോൾ 48,300 സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിയിൽ. റെസിസ്റ്റൻസായിട്ട് വരിക 50,050. അതാണ് 1 അവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുമ്പം 22,780 സപ്പോർട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,185. ഓക്കെ, 1 അവറിലേക്ക് മാറ്റുമ്പോൾ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, സപ്പോർട്ടില്ല എല്ലാ സപ്പോർട്ട് പറയുന്നില്ല, റെസിസ്റ്റൻസ് മാത്രമേ 1 അവറിൽ പറയുന്നുള്ളൂ. 23,420 നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഇതും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഈ പ്രൈസിൽ ലൈൻ വരച്ച് വെക്കുക, വാച്ച് ചെയ്യുക, പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.